വർഗീയ പ്രസംഗവുമായി ലീഗ് നേതാവ് കെ.എം. ഷാജി ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാവണമെന്നും മന്ത്രിമാരുടെ എണ്ണം കൂട്ടലല്ല ലീഗിന്റെ ലക്ഷ്യമെന്നും കെ.എം. ഷാജി. മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ കൂടുതൽ ബാച്ചുകളും പോസ്റ്റുകളും തരപ്പെടുത്തണമെന്നും കെ.എം. ഷാജിയുടെ വിവാദ പ്രസംഗം. എത്ര അൺഎയ്ഡഡ് സ്കൂളുകളിൽ എത്ര ബാച്ചുകൾ, എത്ര കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ കിട്ടി? ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കേണ്ടയും ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാവണം. കുട്ടൻ കോഴിക്കോട് നിന്നോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വലിയൊരു ചർച്ചയുണ്ട്. മുസ്ലിം ലീഗിന്റെ വർഗീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ആ ചർച്ച ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വർഗീയതയുമായി പുലബന്ധം പോലുമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ലീഗ് നേതൃത്വം, ലീഗ് അണികൾ. ഇതാ കെ.എം. ഷാജിയുടെ വാക്കുകൾ തന്നെ നമ്മളോട് പറയുകയല്ലേ എന്താണ് അവരുടെ മനസ്സിലിരിപ്പെന്ന്, അവർ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയമോ ഒരു മതപാർട്ടി അല്ലാതെ ആരെങ്കിലും പറയുമോ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കാൻ പോകുന്നതെന്ന്? കുട്ടൻ, മനു, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഒരു വേളയിലാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ MLA കൂടിയായ കെ.എം. ഷാജി ഇത്തരത്തിൽ പൂർണ്ണമായും വർഗീയത നിറഞ്ഞ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. സാധാരണയായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. ഇത് കൃത്യമായി മതം പറഞ്ഞുകൊണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയെന്നുള്ളതാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗങ്ങൾ കെ.എം. ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭരണം തിരിച്ചു പിടിക്കുന്നത് മന്ത്രിമാരുടെയും MLA-മാരുടെയും എണ്ണം കൂട്ടാനല്ല ലീഗ് ഇത്തരത്തിൽ ഭരണം തിരിച്ചു പിടിക്കാൻ, മറിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാവണം ഭരണം പിടിക്കേണ്ടതെന്നൊക്കെയുള്ള വളരെ വർഗീയത നിറഞ്ഞ പ്രസംഗം കെ.എം. ഷാജി നടത്തുന്നു. മുസ്ലിം സമുദായത്തിന് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനാണ് ഭരണം നേടേണ്ടത്. അതായത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ MLA കൂടിയായ നേതാവ് ഒരു നാടിന് വേണ്ടി, നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സ്വാഭാവികമായും സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ സമുദായത്തിന് വേണ്ടി അധികം സംസാരിക്കുന്നു എന്നുള്ളതാണ്. ദുബായ് KMCC കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഷാജിയുടെ തരത്തിലുള്ള വിവാദമായ പ്രസംഗം. അതോടൊപ്പം തന്നെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ കൂടുതൽ ബാച്ചും പോസ്റ്റുകളും ഒക്കെ തരപ്പെടുത്തണം എന്നൊക്കെ കെ.എം. ഷാജിയുടെ പ്രസംഗത്തിൽ പറയുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഏത് രീതിയിലാണ് മുസ്ലിം ലീഗിന്റെ ഈ വോട്ട് നേടിയുള്ള പ്രവർത്തനം എന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് കെ.എം. ഷാജിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും കുട്ടൻ, കഴിഞ്ഞ ഒരു 9.5 കൊല്ലമായിട്ട് ലീഗ് ഭരണത്തിന്റെ 7 അയൽപ്പക്കത്ത് പോലുമില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തു നോക്കൂ കുട്ടൻ, രാജ്യമെമ്പാടും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അരക്ഷിതാവസ്ഥ നേരിടുമ്പോൾ, ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ കേരളത്തിൽ അവർ എത്ര ശാന്തമായിട്ടാണ് ജീവിക്കുന്നത്? ഏതെങ്കിലും പ്രതിസന്ധി അവർക്ക് ഈ നിമിഷം വരെ ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം ആ രീതിയിൽ ഇടതുപക്ഷം അതിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ കെ.എം. ഷാജിയെ പോലുള്ള ഈ നേതാക്കളുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ വഴിവെക്കുന്നത് എന്തിനാണ്? സംഘപരിവാറിന് കൂടുതൽ അവസരമുണ്ടാക്കി കൊടുക്കുകയല്ലേ, അവർക്ക് പറയാൻ അവസരമുണ്ടാക്കുകയല്ലേ? ഇതാ നോക്കൂ, കെ.എം. ഷാജി പ്രസംഗിക്കുന്നു ഭരിക്കുന്നത് മുസ്ലിമിന് വേണ്ടിയാണെന്ന് എന്ന് പറഞ്ഞ് സംഘപരിവാറിന് വഴിവെട്ടിക്കൊടുക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് കുട്ടൻ? തീർച്ചയായും മനു, സ്വാഭാവികമായും സംഘപരിവാർ തരത്തിലുള്ള വർഗീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ മറുഭാഗത്ത് മറ്റൊരു തരത്തിലുള്ള വർഗീയതയാണ് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേതാക്കൾ, എല്ലാ നേതാക്കളും എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല എങ്കിലും ചില നേതാക്കൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും ആ രീതിയിൽ അടച്ചാക്ഷേപിക്കില്ല കുട്ടൻ. ഒരിക്കലും ലീഗിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കൾ എത്രയോ സെക്യുലറായി സംസാരിക്കും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള ചില വെളിവുകേടുകൾ ചിലർ വിളിച്ചു പറയുമ്പോൾ, ഈ ഷാജി തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആള്, ഇതിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതാണ് പ്രശ്നം. അത് സ്വാഭാവികമായും, കാരണം ഷാജിയെപ്പോലുള്ള നേതാക്കൾ നേരത്തെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സമൂഹത്തിൽ വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കുന്ന രീതിയിലാണ് ഈ പ്രസംഗങ്ങൾ എന്നുള്ളതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം ഒരു പ്രസ്താവനയല്ല സ്വാഭാവികമായും ഒരു നേതാവിന്റെ യുവ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. പക്ഷെ വളരെ തീർച്ചയായും ഇതൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ലീഗ് വോട്ട് പിടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലീഗിന്റെ ഒരു വിഭാഗമെങ്കിലും എങ്ങനെയാണ് ജനങ്ങളെ സമീപിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നതെന്ന് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ കെ.എം. ഷാജി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര മതരാഷ്ട്ര നിലപാടിനൊക്കെ നേരത്തെ തള്ളിക്കളഞ്ഞവരാണ് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ. ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പൊതുസമൂഹത്തിൽ
ഒരു വഴി വെട്ടിക്കൊടുക്കാൻ ഇവരാരും ഇതുവരെയും തയ്യാറായില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലീഗ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവർ മകനാശവാദം അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കൂടെ വെച്ചിരിക്കുകയല്ലേ പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. അതെ, പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അത്തരം ചില പരാമർശങ്ങൾ നടത്തിയത്. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്താണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നടത്താൻ വേണ്ടി പോകുന്നതെന്നത് അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് മൗലവിയുടെയും അതോടൊപ്പം തന്നെ ബദർകൂട്ടിന്റെയൊക്കെ നേതാക്കന്മാരുടെ തീവ്ര ആശയങ്ങൾ സമൂഹത്തിലേക്ക് എങ്ങനെ പ്രചരിപ്പിക്കണം എന്നതിന്റെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ. ആ ഒരു ഘട്ടത്തിൽ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് UDF നീക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഈ പൂർണ്ണമായും വർഗീയത നിറഞ്ഞ പ്രസ്താവനകളുമായി KM ഷാജിയൊക്കെ രംഗത്തെത്തുന്നത്.